വീണ്ടും മത്സരിക്കാൻ അവസരം ലഭിച്ചത് മഹാഭാഗ്യമായി കരുതുന്നുവെന്ന് അരുവിക്കരയിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി വിവേക് ഗോപൻ. വികസനം ഒട്ടും നടപ്പാക്കാത്ത ഇടമാണ് അരുവിക്കരയെന്നും അവിടെ മാറ്റം കൊണ്ടുവരണമെന്നാണ് താനും ആഗ്രഹിക്കുന്നതെന്ന് വിവേക് ഗോപൻ ജനം ടിവിയോട് പ്രതികരിച്ചു. MS വീണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എൻഡിഎയുടെ മൂന്നാം സ്ഥാനാർത്ഥി പട്ടിക വന്നിരിക്കുകയാണ്. മികച്ച സ്ഥാനാർത്ഥികളെയാണ് തിരുവനന്തപുരത്തെ മറ്റു മണ്ഡലങ്ങളിലടക്കം എൻഡിഎ നിർത്തുന്നത്. വാശിയേറിയ പോരാട്ടമായിരിക്കും നമുക്ക് ആ മണ്ഡലങ്ങളിലും കാണാൻ സാധിക്കുന്നത്. എന്നോടൊപ്പം ഒരു സ്ഥാനാർത്ഥിയുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് സുപരിചിതരാണ്, മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതമാണ്. അതുപോലെ തന്നെ ബി.ജെ.പി. പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സുപരിചിതനാണ്, സജീവ പ്രവർത്തകനാണ്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ചവറയിൽ നിന്ന് ജനവിധി തേടിയിരുന്നു. അന്ന് മികച്ച വോട്ടുകൾ നേടാൻ ബി.ജെ.പിയുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനും സാധിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് തന്നെ നമുക്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിത്വം ലഭിച്ചതിന് ശേഷം അദ്ദേഹം ജനം ടിവിയോട് പ്രതികരിക്കുകയാണ്. ഇത് തോന്നി ഈ ഒരു നിമിഷം മത്സരിക്കാൻ വീണ്ടും രംഗത്തേക്ക് എത്തുകയാണ്. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം തോന്നുന്നു. കാരണം നമ്മളെ കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ കീഴിൽ രണ്ടാമത്തെ പ്രാവശ്യം മത്സരിക്കാൻ ഒരു അവസരം കിട്ടുന്നതെന്ന് പറയുന്നത് തീർത്തും ഒരു മഹാഭാഗ്യം തന്നെയാണ്. അതും ഞാനിപ്പോൾ താമസിക്കുന്നത് ഏകദേശം അരുവിക്കര മണ്ഡലത്തിന് തൊട്ടടുത്താണ്. അതായത് വഴയിലെയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പം എന്താ പറയുക, സ്വന്തം വീടെന്ന് തന്നെ പറയാം. അപ്പോൾ വീട്ടിൽ നിന്ന് ആദ്യമേ നമ്മുടെ കർത്തവ്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് തുടങ്ങണമെന്ന് പറയുന്ന പോലെ നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് നമ്മൾ ഓരോന്നും നല്ല രീതിയിൽ ചെയ്തു തുടങ്ങാനുള്ള ഒരു മഹാഭാഗ്യം ഇത്തവണ കിട്ടിയിരിക്കുകയാണ്. അപ്പം തീർത്തും ഈ പറഞ്ഞ പോലെ വളരെ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് ഇറങ്ങുകയാണ്. നമ്മൾ ബി.ജെ.പിയുടെ ഏക ഒരു നമ്മുടെ മാർഗ്ഗനിർദ്ദേശം എന്ന് പറയുന്ന പോലെ നമ്മുടെ വികസനം തന്നെയാണ് നമ്മൾ മുമ്പോട്ട് വെച്ചിറക്കുന്നത്. പ്രത്യേകിച്ചും അരുവിക്കര മണ്ഡലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒട്ടും വികസനം തൊട്ട് തീണ്ടാതെ കിടക്കുന്ന ഒരു നാടാണെന്നുള്ളതറിയാം. ഒത്തിരി കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും, വെള്ളമായിരുന്നാലും ഇലക്ട്രിസിറ്റി ആയിരുന്നാലും, അതുപോലെ സ്ത്രീകൾക്കൊക്കെ പുറത്തിറങ്ങി നടക്കാൻ വളരെ ഭയാനകമായിട്ടുള്ളൊരു രീതി. കാരണം സ്ട്രീറ്റ് ലൈറ്റുകൾ പോലും ഇല്ലാത്തൊരു അവസ്ഥയിലാക്കിയാണ് ആ ഒരു മണ്ഡലം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ തീർച്ചയായിട്ടും വികസനം കൊണ്ടുവരേണ്ടതും ഏറ്റവും കൂടുതൽ വികസനം വരേണ്ട ഒരു മണ്ഡലം കൂടിയാണ് അരുവിക്കര എന്ന് പറയുന്നത്. കഴിഞ്ഞ ഗവൺമെൻറ്റും കഴിഞ്ഞ MLA ഒക്കെ അരുവിക്കര മണ്ഡലത്തെ അവഗണിച്ചു എന്നുള്ളതും ഉറപ്പാണല്ലോ. അതാണ് ഈ ഒരു ജനകീയ പ്രശ്നങ്ങളിലടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. നഗരസഭ അധികാരത്തിലേറിയതിന് ശേഷം വരുന്ന ആദ്യൊരു തിരഞ്ഞെടുപ്പ് കൂടിയാണ്. ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം അത് ഊട്ടി ഉറപ്പിക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും. കാരണം അത് ഈ വരുന്ന ഈ ഒരു ഇലക്ഷൻ വളരെ പെട്ടെന്ന് തന്നെയാണ് അടുത്ത നിയമസഭാ ഇലക്ഷൻ തീരുമാനിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു പ്രഭാവം നമുക്ക് ഈ ഒരു ഇലക്ഷനിൽ ഉണ്ടാവും എന്നുള്ളത് തീർത്തും പറയാമെന്നുള്ളതാണ്. കാരണം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വളരെയധികം നല്ല മുന്നേറ്റമാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിച്ചത്. അപ്പോൾ അതേ മുന്നേറ്റം തന്നെയായിരിക്കും തീർച്ചയായിട്ടും ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടാവുക എന്നുള്ളത് സംശയം പറയാം. മണ്ഡലത്തിൻ്റെ പൾസ് അറിയാവുന്ന ഒരാളാണ്, പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്നാണ്. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു തിരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെയാണ് മനസ്സിലാക്കപ്പെടുന്നത്? നമുക്കധികം ദിവസങ്ങളില്ല, ഈ പറഞ്ഞ വളരെ ചുരുക്കം ദിവസങ്ങളേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാം സോഷ്യൽ മീഡിയ വഴി ഒതുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും എന്നാൽ കഴിയുന്ന രീതിയിൽ എത്തിച്ചെല്ലാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിച്ചെല്ലും. കാണാൻ പറ്റുന്നതും പ്രേരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളെല്ലാം നേരിടാനും സംസാരിക്കാനുമായിട്ട് ശ്രമിക്കും. തീർച്ചയായും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചവറയിൽ മത്സരിച്ച സമയത്ത് ഞാൻ അവിടുത്തെ ജനങ്ങൾക്ക് കൊടുത്തിട്ട് പോയൊരു വാക്ക് ഞാൻ ഈ തവണയും പാലിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ മത്സരിച്ച് സാധാരണ ഈ പറഞ്ഞ പോലെ പല പാർട്ടികളിലും ആർട്ടിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അവരെല്ലാം ആ ഒരു മത്സര രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെ മത്സരം കഴിയുമ്പോഴത്തേക്കും പിന്നെ ആ മണ്ഡലമോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടോ ഒരു ചിന്തയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഞാൻ അങ്ങനെ അല്ലായിരുന്നു. ഞാൻ തീർത്തും ആ മണ്ഡലങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ കോവിഡ് കഴിഞ്ഞ സമയങ്ങളിലൊക്കെ പല വീടുകളിലും ചെന്ന് ഈ പറഞ്ഞ പോലെ മൊബൈൽ ഫോൺ വരെ ഞാൻ നമ്മുടെ വളരെ ഒരു അടുത്ത കൂട്ടായ്മ വഴി സ്വരൂപിച്ച് ഒരുപാട് മൊബൈൽ ഫോൺ നമ്മളവിടെ തീർത്തും ഈ പറഞ്ഞ പോലെ അങ്ങനെ ഇല്ലാത്ത ബുദ്ധിമുട്ടായിട്ടുള്ള പല കുടുംബങ്ങൾക്കും സംഭാവന ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പം അങ്ങനെ ചവറയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു പ്രവൃത്തി പരിചയം എനിക്കുണ്ട്. അതിന് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടി ഒത്തിരി സപ്പോർട്ടും കൈത്താങ്ങും എനിക്ക് പാർട്ടിയുടെ വഴി തന്നിട്ടുണ്ട്. ഒത്തിരി സപ്പോർട്ടുള്ളൊരു പാർട്ടിയും കൂടിയാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് അഹോരാത്രം പണിയെടുത്താൽ മാത്രം മതി, തീർച്ചയായിട്ടും നല്ല റിസൾട്ട് വരും എന്നുള്ളത്. അപ്പോൾ അതേ രീതിയിലുള്ള ഇത് തന്നെയാണ് എനിക്ക് ഇവിടെയും പറയാനുള്ളത്. പിന്നെ വീടിൻ്റെ സ്വന്തം മണ്ഡലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പോയി വരാനൊക്കെ എളുപ്പമാണ്. തീർച്ചയായിട്ടും ഈ ഇലക്ഷൻ കഴിഞ്ഞാലും ഞാൻ അരുവിക്കരയിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള ഒരു പേഴ്സണൽ ഡിസിഷനോട് കൂടി തന്നെയാണ് അവിടെ എത്തുന്നത്. മറ്റ് മണ്ഡലങ്ങളിൽ നമുക്കറിയാം, ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മണ്ഡലങ്ങളിലും വാശിയേറി പോരാട്ടം നടക്കുന്നു. അവിടെ കേന്ദ്രമന്ത്രിമാരെത്തുന്നു, കേന്ദ്ര മുഖ്യമന്ത്രിമാരടക്കം എത്തുന്നു. ഇതൊക്കെ നമുക്ക് എത്തുമെന്നറിയാം. ഒരു മിനി സ്ക്രീൻ താരം എന്ന നിലയിൽ താരങ്ങൾ എത്തുമോ പ്രചരണത്തിന്? തീർച്ചയായിട്ടും ഒത്തിരി താരങ്ങൾ എത്താൻ ഉള്ള വാക്കുകൾ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ മാത്രമല്ല, നമുക്ക് ഈ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പം എന്നാൽ കഴിയുന്ന രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ താരങ്ങളുടെ കയ്യിൽ നിന്ന് എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെത്തിച്ചേരാൻ പറ്റുന്ന ആൾക്കാരൊക്കെ എത്തിച്ചേരും. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് ഒത്തിരി പണിയെടുക്കാനുണ്ട്. അത് ഒന്ന് ഇരിക്കാനും വിശ്രമിക്കാനുള്ള നേരമില്ലാത്ത രീതിയിൽ ഓടും. ഞാൻ ഇന്നിപ്പോൾ ഉച്ചയ്ക്കാണ് അറിഞ്ഞത്
പറഞ്ഞ അപ്പം തന്നെ ഞാൻ റെഡിയായിട്ട് ഞാൻ നേരെ സ്റ്റേറ്റ് ഓഫീസിലേക്ക് എത്തി. കാരണം അധിക സമയം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചവറയിൽ മത്സരിച്ചപ്പോഴും അതായിരുന്നു, ടി വിയിലൂടെയാണ് ഞാൻ അറിയുന്നത് ചവറയാണെന്നുള്ളത്. അങ്ങനെ തൊട്ടടുത്ത ദിവസം തന്നെ ചവറയിലെത്തി. അപ്പം തന്നെ ഞാൻ പ്രവർത്തകരോട് പറഞ്ഞൊരൊറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഞാനെന്നുള്ളൊരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിന്നുതരാം, എങ്ങനെയൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചപ്പോൾ ചെയ്തത്. അത് തുടർന്നും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പാർട്ടിക്ക് വേണ്ടി ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്, പല മേഖലകളിലും കേരളം ഒട്ടാകെ സഞ്ചരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. തീർച്ചയായിട്ടും ചവറയിലും അരുവിക്കരയിലും ഈ പറഞ്ഞ പോലെ ഞാൻ അഹോരാത്രം പണിയെടുത്ത് നല്ല വികസനം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള രീതിയിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. എല്ലാവിധ വിജയാശംസ. താങ്ക് യു. തീർച്ചയായും അദ്ദേഹം ഉറപ്പ് നൽകുകയാണ്, സജീവ പ്രവർത്തകനാണ്. ഒപ്പം തന്നെ അരുവിക്കരയുടെ വികസനത്തിനായി അദ്ദേഹം ഇനി അഹോരാത്രം പ്രവർത്തിക്കും, മണ്ഡലത്തിൽ സജീവമായി തന്നെ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ അനുജിനൊപ്പം MS വീണ, ജനം, തിരുവനന്തപുരം.